വിശുദ്ധ ഖുർആൻ പറഞ്ഞു, മുഹമ്മദ് നബിയെ, ജൂതൻ നിരപരാധിയാണ്, മുസ്ലിമായ ബഷീറാണ് പാപം, അവനെതിരെ വിധിക്കൂ എന്ന് ദൈവം തിരുത്തി കൊടുത്തു. ഇതാണ് ഇസ്ലാം. ഇതാണ് ഇസ്ലാം. ആരുടെ പക്ഷത്തും ചേർന്നില്ല, ചേരാൻ കഴിയില്ല. ഞാൻ ചോദിക്കുന്നു, ഒരു സ്വാഭാവികമായ ഒരു ഉദാഹരണം. ഒരു മാതാവിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ 5 മക്കളിൽ അവർ വിവേചനം കാണിക്കുമോ? 714 കോടി മനുഷ്യർ അള്ളാന്റെ അടിമകളാ. ഇവിടുത്തെ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ജൈനനും ബൗദ്ധനും ബാന്ധവ മാനവ സർവേ സ്വദേശാഭുവനത്രയം ബാന്ധവ മാനവ സർവേ സ്വദേശാഭുവനത്രയം. മനുഷ്യരെ, ഒരു കുടുംബത്തിലെ അംഗങ്ങളാ നിങ്ങൾ, ഒറ്റ കുടുംബത്തിലെ അംഗങ്ങൾ. എന്തിനാ തമ്മിൽ? നമുക്കിപ്പോ ഒരു ചുവന്ന തുണി എടുത്തോനെ കണ്ട, ഒരു തൊപ്പിയിട്ട ഒരു മുസ്ലിമിനെ കണ്ട, ഒരു ജുബക്കുപ്പായിട്ട് തന്നെ കണ്ട, എനിക്കറിയാം. ഇപ്പൊ ഞാൻ പല ടൗണിലൂടെ നടന്നു പോകുമ്പോ കണ്ണിട്ട് കാണിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്, എടാ ബില്ലാദിന്റെ ആള് പോകുന്നത് കണ്ടോ. ഞാനും നിങ്ങളെ പോലെ തന്നെ ബില്ലാദിനെ കണ്ട ഒന്ന് പൊട്ടിക്കണം എന്ന് വിചാരിക്കുന്ന ഒരു മനുഷ്യനാണ്. ഈ ചെങ്ങായി ഉണ്ടാക്കിയ ദുരന്തം ഓർത്തിട്ട് ജീവിതത്തിൽ ചെങ്ങായിനെ കണ്ടിട്ടില്ല. ബില്ലാദിനെതിരെ ഏറ്റവും ശക്തമായി പ്രസംഗിച്ച ഒരു പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം. ബില്ലാദനല്ലേ ഏത് തീവ്രവാദി. അതാണ് ഞങ്ങളുടെ പോളിസി. അതാണ് ഞങ്ങൾക്ക് പത്രത്തിൽ കണ്ടല്ലോ, ഏത് പകല് ഡിവൈഎഫ്ഐയും രാത്രി പോപ്പുലർ ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു തലക്കെട്ട് ഇന്നലത്തെ പത്രത്തിൽ, ഇന്നത്തെ മെഞ്ഞാത്തെ. ഞാൻ അതിന്റെ യാഥാർത്ഥ്യത്തെ പറ്റിയല്ല, ആ തലക്കെട്ട് മാത്രമാണ് പറയുന്നത്. അങ്ങനത്തെ ഒരു അവസ്ഥ ഞങ്ങൾക്കില്ല. ഏത് ഈ കൂത്തുപറമ്പിൽ തീവ്രവാദത്തിനെതിരെ പ്രസംഗിച്ചിട്ട് ഒരു തീവ്രവാദം പറയാന്നുള്ള അവസ്ഥ ഇന്ന് വരെ മുജാഹിദ് സ്ഥാനത്തില്ല. ഞങ്ങളതിട്ട് വെച്ച് പൊറുപ്പിക്കുകയില്ല, ഒരു കാലഘട്ടത്തിലും. എന്തുകൊണ്ട്? ഇന്ത്യയിലെല്ലാം മതക്കാരുള്ളതുകൊണ്ട് തീവ്രവാദം പറ്റൂല എന്നുള്ളതുകൊണ്ടല്ലോ. അതുകൂടി നിങ്ങൾ മനസ്സിലായിക്കോളി. ഏത് എല്ലാരും നമ്മളെ പറ്റി അല്ല, പടച്ചോനെ എതിർത്തോണ്ട് ഞങ്ങൾ എതിർക്കുന്നു. പടച്ചോൻ പറഞ്ഞൊരു തീവ്രവാദം പാടില്ല, ഭീകരവാദം പാടില്ല, മനുഷ്യനെ കൊല്ലുന്ന ഏർപ്പാട് പാടില്ല. അന്യായമായ ഒരു മനുഷ്യനെ കൊന്ന ഇസ്ലാമിന്റെ വിധി എന്താ അറിയോ? എന്റെ പൊന്ന് സഹോദരങ്ങളെ, അന്യായമായ ഒരു മനുഷ്യനെ കൊന്നാൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യനെയും കൊന്ന മഹാഭാവിയാണവൻ. എങ്ങനെ? ഞാനിപ്പോ ഒരു മനുഷ്യനെ അന്യായമായി കൊന്നാൽ എന്റെ ഇസ്ലാമിന്റെ വിധി എന്താ അറിയോ? ഒരുത്തനെ കൊന്ന വിധിയല്ല, 714 കോടി മനുഷ്യരെയും കൊന്ന മഹാപാപി. ഇങ്ങനെ പഠിപ്പിച്ചൊരു മദാനിയായിക്ക് ഒരുത്തനെ കൊല്ലാൻ കഴിയുമോ? മോനെ സുരേന്ദ്ര, ബഷീറെ, ദേവ, കൈകൂപ്പിയും പറയാൻ സാധിക്കൂ? ഇസ്ലാമിന് സാധിക്കില്ലട്ടോ, ഇസ്ലാമിന് സാധിക്കില്ല കേട്ടോ. കൈവെട്ട് വിവാദവുമായി കുറെ കാര്യങ്ങൾ നടന്നല്ലോ. നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ ഇത് ഇസ്ലാം പഠിപ്പിച്ചിട്ടാണ്? അല്ലട്ടോ, ഇത് ഇസ്ലാം പഠിപ്പിച്ചിട്ടൊന്നുമില്ല. ഇതൊക്കെ എന്താന്ന് പറഞ്ഞാൽ വേറെ ചില അജണ്ടകളുണ്ട് ഇവിടെ പലർക്കും. ആ അജണ്ടകൾ എന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. നിങ്ങൾ ആലോചിക്കുക, ഏത് തീവ്രവാദികളും നിലനിൽക്കൽ തീവ്രവാദികൾക്ക് പരസ്പര ആവശ്യമാണ്. ഞാൻ ലളിതമായി പറയാം, ഹിന്ദു ഭീകരവാദികൾക്ക് മുസ്ലിം ഭീകരവാദികളോട് നല്ല ഇഷ്ടാ, വെറുപ്പൊന്നല്ല കേട്ടോ. നിങ്ങൾ മനസ്സിലായിക്കോളെ, അതിന്റെ ഒരു മറുപുറം മനസ്സിലായിക്കോളെ. എല്ലാ മുസ്ലിം ഭീകരവാദികൾക്കും ഹിന്ദു ഭീകരവാദികളോട് ഇഷ്ടാ. കാരണം ഈ 2 കൂട്ടരുണ്ടെങ്കിലേ, പണ്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം, ഒരാൾക്ക് ഈ സാധാരണ നമ്മളെ വൃഷ്ണം തടിക്കുക എന്ന് പറഞ്ഞിട്ടൊരു രോഗം ഉണ്ടല്ലോ, തടിക്കുന്നൊരു രോഗം. അപ്പൊ ആ രോഗം ഉണ്ടായിട്ട് അയാൾ എന്നും പറയുന്നത് ഓപ്പറേഷൻ ചെയ്യാന്ന് പറഞ്ഞിട്ട് അയാൾ യാചിക്കും. ഇത് ഓപ്പറേഷൻ ചെയ്യാനാണ് എന്ന് പറഞ്ഞിട്ട് അയാൾ യാചിക്കും, എന്നും യാചിക്കും. അപ്പൊ 15 കൊല്ലത്തോളം അയാൾ യാചിച്ചു. ഈ യാചന കഴിഞ്ഞപ്പോ ഒരാൾ ചോദിച്ചത്ര, ഈ 15 കൊല്ലം കൊണ്ട് ഇത് ഓപ്പറേഷൻ ചെയ്യാനുള്ള പൈസ കിട്ടിയില്ലേ? ഇത് നിങ്ങൾക്ക് നിർത്തിക്കൂടെ ഓപ്പറേഷൻ ചെയ്താൽ? അപ്പൊ അയാൾ പറഞ്ഞൊരു വാക്കുണ്ട്, ഈ സാധനം എങ്ങനെയല്ലേ എനിക്കെങ്ങനെ യാചിക്കാൻ കഴിയൂ? എനിക്ക് യാചിക്കാൻ കഴിയണേ ഇത് അറിയണം. അപ്പൊ എന്റെ നാട്ടിൽ ബാലുശ്ശേരിയില് മലയിൽ നിന്നും മണ്ണിടിച്ചിലുണ്ടായി ഷോൾഡറിന്റെ വിളയലിൽ പൊട്ടിപ്പോയ ജീവിതങ്ങൾ സഹായിക്കും എന്ന് പറഞ്ഞിട്ടൊരാളുണ്ടായിരുന്നു. ഒരു 10-16 കൊല്ലം ഞങ്ങൾ അയാളെ കണ്ടു. ഞാൻ ഒരിക്കലും അദ്ദേഹത്തോട് ചെവി ചോദിച്ചാൽ 16 കൊല്ലം കൊണ്ട് ഇത് ഓപ്പറേഷൻ ചെയ്യാൻ കഴിഞ്ഞില്ലേ? അയാൾ എന്നോട് പറഞ്ഞു, എനിക്ക് ജീവിക്കണ്ടേ, ഇത് പറയല്ലാതെ വേറെ രക്ഷയില്ല. അതുപോലെ ഇവിടെ ഹിന്ദു ഭീകരവാദികൾക്ക് നിലക്കണേ മുസ്ലിം ഭീകരവാദികളോ. ഇനി എനിക്ക് എന്താ വെച്ചാൽ, ഇവർ 2 കൂട്ടരും കൂടെ ഒന്നിച്ച് മീറ്റിംഗ് കൂടി സലാം പറഞ്ഞ് ചോറൊക്കെ തിന്ന് പിരിയുന്നുണ്ടോ എന്നും കൂടി ഞാൻ ചിന്തിക്കുന്നുണ്ട്. എന്തുകൊണ്ട് അങ്ങനെ തല ഒട്ടകപ്പക്ഷീനെ പോലെ മണ്ണിലേക്ക് പൂത്തി വെച്ചിട്ടില്ല? കണ്ണും കാതും തുറന്നു നിൽക്കുന്ന ഏതൊരു മനുഷ്യനും ഇതൊക്കെ മനസ്സിലാവും. ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, നിങ്ങളൊക്കെ കുറെ കൂടെ പഠിച്ചവരാ. അപ്പൊ ഈ ഒരു എന്താ പറയാ, ഈ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഇവിടെ നടക്കുന്നുണ്ട്. അതിൽ ബലിയാടാകുന്നതാരാ? നിങ്ങളെ പോലെ ഇന്ന പോലെയുള്ള നാടൻ മനുഷ്യന്മാര്, സാധുക്കള്. അല്ലാത്തോലൊക്കെ എന്താ, സിംഹാസനത്തിൽ കയറി ഉഷാറാക്കി നല്ല പ്രസംഗമൊക്കെ പറഞ്ഞിട്ട് തൊഗാടിയായിട്ട് പോകും, ആയുധനയായിട്ട് പോകും, കാറിൽ കയറി, ലോറി കയറി, ജീപ്പ് കയറിയിട്ട് പോകും. സാധാരണക്കാരൻ ഓന്റെ പണ്ടം പുറത്ത് കടി, ഓന്റെ കത്തിയൂറ്റി, ഓന്റെ ഭാര്യ അനാഥയായി, ബാക്കിയുള്ളവരെ എല്ലാവരും ഒന്നും മനസ്സിലായിക്കൂല എന്ത് നേടുന്നു. അതുകൊണ്ട് കേട്ടോ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാ? ഞാൻ നിങ്ങൾക്ക് ഈ സംഭവങ്ങളൊന്ന് മനസ്സ് കുറിച്ചിടണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയാണ്. മദീനയിൽ ഭരണാധികാരിയായി ജീവിക്കുന്ന കാലത്ത്
അദ്ദേഹം എല്ലാ രാഷ്ട്രങ്ങളിലെയും രാജാക്കന്മാർക്ക് കത്തയച്ചു. എല്ലാ രാഷ്ട്രങ്ങളിലെയും രാജാക്കന്മാർ കത്തയച്ചപ്പോ യമാമക്കാരുടെ രാജാവായ സുമാമക്ക് അദ്ദേഹം ഒരു ലെറ്റർ അയച്ചു. ഇസ്ലാം സ്വീകരിക്കണം എന്ന് പറഞ്ഞിട്ട് നല്ല മനോഹരമായ ഒരു ലെറ്റർ, വർഗീയതയുടെ ലെറ്റർ എന്നല്ല, ഇസ്ലാം എന്നതിന്റെ മാത്രമൊക്കെ പറഞ്ഞിട്ടൊരു ലെറ്റർ. അയാൾ അത് പിച്ചി ചീന്തി കീറി ഭയങ്കരമായ കോപാകുലനായി ഉറക്കെ പ്രഖ്യാപിച്ചു, സദസ്സിൽ മുഹമ്മദിന്റെ തല എറിഞ്ഞിട്ടേ ഞാൻ തിരിച്ചു വരുള്ളൂ എന്ന് ആ രാജാവ് പ്രഖ്യാപിച്ചു. ഞാൻ പറഞ്ഞല്ലോ അതൊക്കെ ചരിത്രമാണ്. യമാമക്കാരുടെ രാജാവ് സുമാമ പ്രവാചകനെ കൊല്ലാൻ തീരുമാനിച്ച് ഇങ്ങനെ നടക്കുന്നതിനിടയിൽ അദ്ദേഹം മക്കത്ത് ഉംറ നിർവഹിക്കാൻ വേണ്ടി വരികയാണ്. ഒരു കാര്യം കൂടെ മനസ്സിലായിക്കൊള്ളിട്ടോ, മുസ്ലിങ്ങൾ അടിവരണോ. എന്താ? അമുസ്ലിമായ അള്ളാന്റെ റസൂൽ ഇസ്ലാമിലേക്ക് ക്ഷണിച്ച യമാമ ഉംറ നിർവഹിക്കാൻ മക്കത്ത് വരിക. ഞാൻ പറയുന്നത് നിങ്ങൾ കേട്ടോളൂ. ഇന്ന് കൂത്തുപറമ്പെന്ന് അബ്ദുറഹ്മാൻ ഉംറക്ക് പോവുക, എന്നിട്ട് നബി അവിടെ നിന്നിട്ട് അബ്ദുറഹ്മാനോട് ഈ മുസ്ലിം ആകണോ? മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രസക്തിയും കൂടി കേട്ടത്. ഏത് ഉംറ നിർവഹിക്കാൻ അവിടെ വരുന്ന അബൂജഹല് മദീനത്ത് നബി നോക്കണേ, മുസ്ലിങ്ങൾ ഓർക്കണേ, ഹജ്ജ് ചെയ്യാൻ വന്ന മദീനക്കാരോട് നബി ഇസ്ലാം പറയാ. സുബ്ഹാനല്ലാഹ്, എല്ലാരും എന്നൊക്കെ കുറ്റപ്പെടുത്തി കൊടുത്ത മുസ്ലിങ്ങൾ എന്ത് ഹജ്ജിന് പോയവരിൽ മുശ്രിക്ക് ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു. ഞാനല്ല, നബിയാ പറഞ്ഞത്. റസൂൽ അക്കാലഘട്ടത്തിൽ ഹജ്ജ് ചെയ്യാൻ വന്നവരോട് നബി നിങ്ങൾ ഷാത്ത് കലിമ ചൊല്ലണോ. ഓല ഹജ്ജ് ചെയ്യാൻ വന്ന ഇസ്ലാമിന്റെ ഹജ്ജ്, ഓല് പഠിച്ച ഇബ്രാഹിം നബി പഠിപ്പിച്ചു എന്ന് പറഞ്ഞ ഹജ്ജ്, ആ ഹജ്ജാമാരോട് ഞങ്ങൾ മുസ്ലിം ആകണം. അപ്പോ ഞാൻ രക്ഷപ്പെട്ടതാട്ടോ, അല്ലെങ്കിൽ ഈ കാര്യത്തിൽ രക്ഷപ്പെടല്ലേ, ആശയപരമായി രക്ഷപ്പെട്ട് തന്നെ നിൽക്കണത് കേട്ടോ. നോക്കണേ, എന്നിട്ട് ഇയാൾ ഉംറ നിർവഹിക്കാൻ വരികയാണ്. അമുസ്ലിമായ ഒരു മനുഷ്യൻ ഉംറ നിർവഹിക്കാൻ വരിക. അപ്പൊ അവരുടെ വാദപ്രകാരം എന്താ, ഞങ്ങളാണ് ഒറിജിനൽ മുസ്ലിംകൾ എന്നാണ് അന്ന് മുഹമ്മദ് നബി പേച്ചാളാൻ. നമ്മളോട് സമസ്തക്കാർ പറയുന്ന അതേ കാര്യം. ഹേയ്, അത് ഞാൻ സാന്ദർഭികമായിട്ട് പറഞ്ഞ ഞങ്ങൾക്ക് ഒരു വെളിച്ചയിൽ നിന്ന് കിട്ടിക്കോട്ടെ അരിച്ചിട്ട് കേട്ടോ. ഇനി നിങ്ങൾ ആലോചിക്കണം, ഇയാളെ പിന്നെ മുസ്ലിം സൈന്യം ഇയാളുടെ വരവിൽ പന്തികേട് തോന്നിയിട്ട് മുസ്ലിം സൈന്യം യമാമക്കാരുടെ രാജാവായ സുമാമനെ പിടിച്ചു ബന്ധിപ്പിച്ചു കൊണ്ടുവന്നു. നോക്കണം കേട്ടോ, മദീനത്ത് പ്രവാചക സന്നിധിയിലേക്ക് കൊണ്ടുവരികയാണ് ഒരു നാടിന്റെ രാജാവിനെ. പക്ഷേ കൊണ്ടുവന്ന സൈന്യങ്ങൾക്കൊന്നും അറിയില്ല ഇയാള് യമാമക്കാരുടെ രാജാവ് സുമാമയാണ്. അത്ഭുതകരമാണ് കേട്ടോ, പറഞ്ഞ് മനസ്സിലാക്കണം, ചരിത്രമാണ്. പ്രവാചകന്റെ സന്നിധിയിലെ ഇങ്ങനെ കൊണ്ടുവന്നപ്പോ പ്രവാചകൻ അനുയായികൾ ഇങ്ങനെ വിളിച്ചിട്ട് ചെവിയിൽ ചോദിച്ചു, അല്ല ആ ആളാരാന്ന് അറിയോന്ന് ചോദിച്ചു. ഇല്ല, ഞങ്ങൾക്കറിയില്ല. അദ്ദേഹം പറഞ്ഞു, എന്നെ കൊല്ലാൻ തക്കം പാർത്ത് നിൽക്കുന്ന യമാമക്കാരുടെ രാജാവായ സുമാമയാണ്. നോക്കണേ, അപ്പോഴേക്ക് സഹാബികൾ ചാടി അദ്ദേഹത്തെ കൊന്നോ? ഇല്ല. സഹാബികളോട് പ്രവാചകൻ പറയാ, അപമര്യാദയായ ഒരു വാക്ക് പോലും നിങ്ങളിൽ ഒരാളും, ഒരു നേതാവിന്റെ പ്രത്യേകത മനസ്സിലായിക്കോടെ. ഇപ്പൊ നമുക്കൊക്കെ തോന്നാറുണ്ടല്ലോ, ഈ സമൂഹത്തെ നയിക്കുന്ന നേതാക്കന്മാരാരാൻ? ഇന്ന് സുഹറ ആ ലേഖനം അവസാനിപ്പിക്കുന്നത് ഇങ്ങനെ, എന്നെ വീണ്ടും വിചാരണ്ടാക്കിയ ഒരു വാചകാണ്. എന്ത് പക്വമതികളായ പണ്ഡിതന്മാരില്ലാതെ പോയല്ലോ കേരളത്തിലെ മുസ്ലിം ജനതക്ക്. അത് മാത്രം അവർ പറഞ്ഞൊരു സത്യം, ആ ലേഖനത്തിൽ അവർ പറഞ്ഞൊരു സത്യം അത് മാത്രം, അതില്ല. പിന്നെ ഞങ്ങള് മുജാഹിദുകള്, ഞങ്ങൾ ഇവിടുത്തെ മുസ്ലിം സംഘടനകൾ എല്ലാരും കൂടി തിന്നുക, മിണുങ്ങുക. എന്റെ പ്രശ്നം ഒന്നുമില്ല, ഞങ്ങൾ ആരെയും മുഖത്ത് നോക്കാതെ ചില കാര്യങ്ങൾ അങ്ങ് പറഞ്ഞാളോ, പട്ടാപ്പകലും രാത്രിയും ഒക്കെ, വേറെ കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾ അങ്ങനെ ഒരു തോന്നിയാസത്തെയും വല്ലാതെ അംഗീകരിച്ച് ശീലിച്ച് പരിചയമല്ലേ ഞങ്ങൾക്ക്. അതുകൊണ്ട് നിങ്ങൾ കേട്ടോളൂ, ഈ രാജാവിനോട് റസൂൽ പറയണ അനുയായികളോട്, എന്നെ കൊല്ലാനാണ് സുമാമ ഇവിടെ വന്നിട്ടുള്ളത്. പക്ഷേ ഒരപമര്യാദയായി പോലും നിങ്ങൾ അദ്ദേഹത്തോട് പെരുമാറരുത്, നല്ല നിലക്ക് നിങ്ങൾ അദ്ദേഹത്തെ സ്വീകരിക്കണം. ഇനി കേട്ടോ, ചരിത്രം പഠിച്ചോ, മനസ്സിലാക്കിക്കോ, മുസ്ലിങ്ങളെ നോട്ട് ചെയ്തോ, അണ്ടർലൈൻ ചെയ്തോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വന്തം കൈകളെ കൊണ്ട് ആടിന്റെ അകിടിൽ നിന്ന് പാല് കറന്ന് പാത്രത്തിലാക്കി നബിയെ കൊല്ലാൻ വന്ന സുമാമ എന്ന രാജാവിന് നബി വെച്ച് നീട്ടുകയാണ്. ആയിഷാ ബീവിനെ വിളിച്ചിട്ട് പറഞ്ഞു, എന്ത്, ഇന്ന് നമുക്കൊരു അതിഥി ഉണ്ട്, ഒരു രാജ്യത്തിന്റെ രാജാവാണ്, ചപ്പാത്തി ഇടണം. മനസ്സിലായിക്കോളി, ശരിക്കും മനസ്സിലായിക്കോളി. എല്ലാ പാർട്ടിക്കാരും തമ്മിൽ തല്ലിയവരും നമ്മൾ അകന്നുപോയല്ലോ. എന്തിനായിരുന്നു ഇതൊക്കെ? എന്തിനായിരുന്നു ബാബരി മസ്ജിദ് വിധി? എന്താ ഇവിടെ? ഞാൻ അതിനെപ്പറ്റി ഒരു വാക്ക് പറയും, ആ കൃത്യമായിട്ട് പറയും, നിങ്ങൾ കേട്ടാ മതി, നിങ്ങൾക്ക് മനസ്സിലാവൂ, നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവൂ. ഇസ്ലാമിന്റെ നിലപാട് അതേ നമ്മൾ പറയുള്ളൂ. കേരളത്തിലെ എന്തെങ്കിലും മുസ്ലിം സമൂഹത്തിന്റെ നിലപാടല്ല ഞാൻ പറയുന്നത്, എന്റെ നിലപാട് പോലെയല്ല, ഇസ്ലാമിന്റെ നിലപാട്. ഞാൻ മറന്നു, ഞങ്ങൾ ഓർമ്മപ്പെടുത്തണം. ഇത് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭാര്യയെ കൊണ്ട് ചപ്പാത്തി ചുടിയിച്ച് ആ ചപ്പാത്തിയും പാലും നബീനെ കൊല്ലാൻ വന്നൊരു രാജാവിനെ, ഞാൻ നിങ്ങളോടൊക്കെ ചില ചോദ്യം ചോദിക്കാൻ, നിങ്ങൾ മനസ്സിൽ മറുപടി പറഞ്ഞാൽ മതി. നിങ്ങൾ ചിന്തിക്കണം, മനസ്സിൽ മറുപടി അറിയണം. അങ്ങനെ നബി അദ്ദേഹത്തെ സഹായിച്ചു. അദ്ദേഹത്തെ 3 ദിവസം ബന്ദിയാക്കി നിർത്തി.
എന്നിട്ട് പ്രവാചകൻ അദ്ദേഹത്തോട് ചോദിച്ചു, നീ ഇസ്ലാം സ്വീകരിക്കാൻ തയ്യാറുണ്ടോ? നിനക്ക് നന്നാവാം. അപ്പൊ അദ്ദേഹം പറഞ്ഞില്ല, ഞാനൊരു വൻ പാപമാണ് അങ്ങയോട് ചെയ്തത്. അങ്ങേ കൊല്ലാനാ വന്നത്, അത് അങ്ങക്ക് മനസ്സിലായി. അങ്ങ് എന്നെ സൃഷ്ടിച്ചോളൂ. അല്ല, അങ്ങ് എന്നെ വെറുതെ വിടുകയാണെങ്കിൽ ഞാൻ അങ്ങയോട് എന്നും നന്ദിയുള്ളവനായിരിക്കും. എന്ത് പാരിതോഷികം വേണമെങ്കിലും എന്റെ രാജകൊട്ടാരത്തിൽ നിന്ന് പരിവാരങ്ങളോടെ ഞാൻ അങ്ങക്ക് അയച്ചു തരാം. ശ്രദ്ധിക്കണം, ഓരോ പദവും ശ്രദ്ധിക്കണം. പ്രവാചകൻ അതൊന്നും ആവശ്യപ്പെട്ടില്ല, മടങ്ങിപ്പോയി. 3 ദിവസം പിന്നീട് പ്രവാചകൻ അദ്ദേഹത്തിന്റെ സമീപത്തേക്ക് വന്നതേയില്ല. പക്ഷേ 3 ദിവസവും സ്വന്തം കൈകൊണ്ട് ആടിന്റെ അകിടിൽ നിന്ന് പാല് കറന്ന് ചപ്പാത്തിയും ഇതുമൊക്കെ അദ്ദേഹത്തിന് എത്തിച്ചു കൊടുത്തു, മറ്റൊരാളിലൂടെ. 3 ദിവസം കഴിഞ്ഞ് പ്രവാചക തിരുമേനി വീണ്ടും വന്നു ചോദിച്ചു, നീ ഇസ്ലാം സ്വീകരിക്കാൻ സന്നദ്ധനാണോ? അപ്പോഴും അദ്ദേഹം ആദ്യം പറഞ്ഞ അതേ കാര്യം പറഞ്ഞു. വീണ്ടും 2 ദിവസം പ്രവാചകൻ വന്നില്ല. 2 ദിവസം കഴിഞ്ഞു. അങ്ങനെ 5 ദിവസങ്ങൾ പിന്നിട്ടതിന് ശേഷം പ്രവാചകൻ വന്നിട്ട് ഈ ചോദ്യം വീണ്ടും ചോദിച്ചു, ഇസ്ലാം ആവണുണ്ടോ? അദ്ദേഹം പറഞ്ഞില്ല. അങ്ങനെ പ്രവാചകൻ പിന്നെ പറയാട്ടോ, കേട്ടോളൂ. ഇനി നിങ്ങൾ മനസ്സിലായി, പ്രവാചകൻ ഒരു രാജ്യത്തിന്റെ നേതാവ് മാത്രമാണോ? ആ സമൂഹത്തിന്റെ മുഴുവനും ഇമാമാണ്, നേതാവാണ്. അവരുടെ ഹൃദയത്തിൽ അങ്ങേയറ്റം സ്നേഹമുള്ളൊരു മനുഷ്യനാണ്. അദ്ദേഹത്തെ കൊല്ലാനാ വന്നത്. എന്നാ ആരെങ്കിലും ഒരാൾ ചെന്നിട്ട് പണ്ടത്തിലൊരൊറ്റ കുത്ത്, മോന്തക്കൊരു കുത്ത്, അങ്ങനെയൊക്കെയാണല്ലേ നമ്മളെ നാട്ടിൽ. കിട്ടിയാ പിന്നെ നമ്മൾ ഒറ്റക്ക് കിട്ടിയാൽ നമ്മൾ വിടുവോ? നമ്മളെല്ലാവരും ചെണ്ട മുട്ടണതിന് മുട്ടൂലേ? ഏതൊരുത്തനെ കിട്ടിയാലും, പോലീസുകാരെ മുമ്പിൽ കിട്ടിയാലും, അതൊക്കെ ഇങ്ങനെ വർഗീയമായി ചിന്തിക്കുന്നവരാണെങ്കിലോ. പിന്നത്തെ കാര്യം ഞാൻ പറയാതെ തന്നെ എനിക്കും ജീവിതത്തിൽ പലപ്പോഴും തോന്നിയിട്ടുള്ളതും അനുഭവിച്ചിട്ടുള്ളതായ കാര്യം അങ്ങനെ. അപ്പൊ നമ്മുടെ കണ്ണ് വേറെയാ. അങ്ങനെയൊന്നല്ലോ മതം, ഒന്നല്ല മതം. പ്രവാചക തിരുമേനി സഹാബികളോട് പറഞ്ഞു, ഇനി അദ്ദേഹത്തെ നിങ്ങൾ തടഞ്ഞു വെക്കരുത്. സുമാമ പോയിക്കോട്ടെ, സുമാമനെ വെറുതെ വിട്ടേക്കും. അയാളുടെ ഇഷ്ടത്തിനൊത്ത് അയാളെ പോയിക്കോട്ടെ. നോക്കണേ, കൊല്ലാൻ വന്നൊരു മനുഷ്യനോടാണേ ഇത് സ്വന്തം കൈകൊണ്ട് പാല് കറന്ന് ചപ്പാത്തി ചുട്ടു വീട്ടിൽ നിന്ന് കൊണ്ടു കൊടുക്കുന്നത് എന്ന്. പ്രിയപ്പെട്ട ഹൈന്ദവരെ, നിങ്ങൾ മനസ്സിലാക്കണം, ആ പ്രവാചകനെയാണ് സ്ത്രീലമ്പടനായി, യുദ്ധക്കൊതിയനായി അങ്ങ് കാർട്ടൂണിലൂടെ അവതരിപ്പിച്ചത് എന്ന വസ്തുതയും നിങ്ങൾ മനസ്സിലാക്കണം. തായ്ലാന്റും ബ്രിട്ടനും അമേരിക്കയും അതുപോലെയുള്ള രാജ്യങ്ങളിൽ ഈ പ്രവാചകനെ ബോംബ് നിർമ്മിക്കുന്നവനായും അതുപോലെ തീവ്രവാദിയായും ചിത്രീകരിച്ചത് എന്നതുകൂടി നിങ്ങൾ മനസ്സിലാക്കണം. ചരിത്രം അവിടെ അവസാനിച്ചില്ല. നോക്കണം നിങ്ങൾ. അങ്ങനെ അദ്ദേഹം നടന്നു പോവുകയാണ്. പ്രവാചകൻ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. സുമാമ കുറച്ചു ദൂരെ പോയിട്ട് അവിടെ ഒരു തടാകം കണ്ടു. ആ തടാകത്തിൽ അദ്ദേഹം കുളിച്ചിട്ട് സുമാമ വീണ്ടും തിരിച്ചു വരികയാണ് പ്രവാചക സന്നിധിയിലേക്ക്. അപ്പോ അനുയായികൾ വളരെ ദൂരെയാണ്. അവര് മനസ്സിലാക്കുന്നു സുമാമ നബിയെ കൊല്ലാൻ വരികയാണ്. ദ്രുതഗതിയിൽ അവർ കുതിച്ച് നബിയുടെ അടുത്തെത്തുമ്പോഴേ രാജതന്ത്രജ്ഞത അറിയാവുന്ന സുമാമ നബിയുടെ തൊട്ടടുത്തെത്തി. പ്രവാചകൻ പകച്ചില്ല. പ്രവാചകൻ സുമാമയുടെ മുഖത്തേക്ക് നോക്കി. വളരെ 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 വിനീതനായി സുമാമയുടെ മുഖത്തേക്ക് നോക്കി. ധൈര്യത്തോടെ തന്നെ സുമാമയുടെ മുഖം ശാന്തമായി. സുമാമ പറഞ്ഞു, ഞാൻ ഇസ്ലാം സ്വീകരിക്കാൻ ഇപ്പോൾ സന്നദ്ധനാണ്. അങ്ങൊന്ന് എനിക്ക് ഷഹാദത്ത് കലിമ. സുബ്ഹാനല്ലാഹ്, അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. എന്നിട്ട് സുമാമ പറയാണ്, കേട്ടോളൂ, അതാണ് ഇസ്ലാം. സുമാമ പറയാണ്, നബിയേ, ഈ മദീനത്തേക്ക് പുറപ്പെടുമ്പോ എനിക്ക് ഏറ്റവും വെറുപ്പുള്ള ഈ ഭൂമിയിലെ ഏകമുഖം അത് നിങ്ങളുടെ മുഖമായിരുന്നു. അത് മേലെ കഴുത്തിങ്ങനെ അരിഞ്ഞ് വാളിൽ കുത്തി എന്റെ നാട്ടിലേക്ക് മടങ്ങിപ്പോകുമെന്ന് ബീമ്പളക്കി പോന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് ഏറ്റവും വെറുപ്പുള്ള മുഖം അങ്ങയുടെ മുഖമായിരുന്നു. ഇന്ന് ലോകത്ത് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മുഖം പ്രവാചകരെ അങ്ങയുടെ മുഖമാണ്. എനിക്ക് ഏറ്റവും വെറുപ്പുള്ള നാട് ഈ മദീനയായിരുന്നു. ഇന്ന് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന നാട് ഈ മദീനയാണ്. ഞാൻ ഏറ്റവും കൂടുതൽ വെറുത്ത മതം ഇസ്ലാമാണ്. ഇന്ന് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന മതം ഇസ്ലാമാണ്. പ്രിയപ്പെട്ടവരെ, സഹോദരങ്ങളെ, അശോക സിംഹാറ് ഉമാഭാരതയ്ക്ക് നാളെ ഒരു നല്ല നാളെ വരുമെന്ന് വിശ്വസിക്കാനല്ലാതെ ആജീവനാന്ത ശത്രുതയുടെ ഉദാഹരണവുമായി നടക്കാൻ ഇസ്ലാം മനുഷ്യരെ പഠിപ്പിച്ചിട്ടില്ല എന്ന വസ്തുത നിങ്ങൾ അറിയണം. സുമാമ വിട്ടില്ല. സുമാമ പറഞ്ഞു, പ്രവാചക, എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട്, ഒന്നുകൂടെ പറയാനുണ്ട്. ഞാന് അങ്ങനെയൊക്കെയാണെങ്കിലും ഞാനിവിടെ ജീവിക്കാൻ അർഹനല്ല. കാരണം ഞാൻ അങ്ങയുടെ സമൂഹത്തോട് ഒരു വലിയ പാതകം ചെയ്ത ആളാണ്. ഞാൻ ഒരു വലിയ പാതകം ചെയ്തിട്ടുണ്ട് ഞാൻ. അതുകൊണ്ട് അങ്ങനെ സൃഷ്ടിക്കണം. അപ്പൊ റസൂൽ ചോദിച്ചു, എന്താണ് സുമാമ നീ ചെയ്ത പാതകം? പ്രിയപ്പെട്ടവരെ, നിസാരമല്ല, കേട്ടോളി. ഇസ്ലാമിന്റെ ഏറ്റവും നല്ല പ്രവർത്തകരിൽ നല്ലൊരു വിഭാഗത്തെ അദ്ദേഹം കൊന്നുകളഞ്ഞു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്. ഇസ്ലാമിനോടുള്ള വിരോധം കൊണ്ട്
അറിയണം നിങ്ങൾ. ഏത് ഇസ്ലാമിനെ അറിയില്ലേക്ക് നബിയെ പറ്റി ഏറ്റവും മോശം എന്നാ പ്രചരിപ്പിച്ചേ. പക്ഷേ നബീന്റെ കൂടെ ജീവിച്ചു, കണ്ടു, നബി ആരാന്ന് മനസ്സിലാക്കി. കൊല്ലാൻ വന്നിട്ട് പോലും ആ പ്രവാചകന്റെ പെരുമാറ്റം പറഞ്ഞു. ഒരു നിമിഷം കാത്തു നിൽക്കാൻ കഴിഞ്ഞില്ല. ഞാൻ പറയുന്നു, ലാൽ കിട്ടാദ്വാനിക്കോ വിനയ് കത്യാറിനോ അശോക സിംഗാളിനോ അങ്ങ് അമേരിക്കൻ പ്രസിഡന്റിനോ നെതന്യാഹുവിനോ ഏരിയൽ ഷാരോനോ ലോകത്ത് ഇസ്ലാമിനെ വിമർശിക്കുന്ന മുഴുവൻ ആളുകളെയും പഠിച്ച മതം പഠിച്ച വിജ്ഞാനമുള്ള ഖുർആൻ പഠിച്ച ഇസ്ലാമിക ചരിത്രത്തെ ചരിത്ര സ്രോതസ്സുകളിൽ നിന്ന് യഥാർത്ഥത്തിൽ പഠിച്ചിട്ട് ഇത് പറ്റില്ല എന്ന് പറയാൻ തലക്ക് വെളിവുള്ള ഒരു മനുഷ്യന് സാധ്യമല്ല. പക്ഷേ ഇവിടെ നടക്കുന്നത് എന്താ? ഇവിടെ മീഡിയകളിലൂടെ യഥാർത്ഥ ഇസ്ലാം അല്ല പഠിപ്പിക്കപ്പെടുന്നത്. ഇവിടെ മനുഷ്യർ പഠിപ്പിക്കപ്പെടുന്ന യഥാർത്ഥ ഇസ്ലാം അല്ല. യഥാർത്ഥ ഇസ്ലാമിനെ അറിഞ്ഞ അപ്പൊ നോക്കണേ, ഞാൻ അങ്ങയുടെ അനുയായികളെ കൊന്നിട്ടുണ്ട്. അപ്പൊ പ്രവാചകൻ പറഞ്ഞ വാക്കോ മാനവ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത വാക്ക്. സുമാമ, നീ ഇസ്ലാമിന്റെ പുറത്തായിരുന്ന കാലഘട്ടത്തിൽ നീ ചെയ്ത ഒരു ക്രൂരതയും ഒരു പാപവും നിനക്ക് പാപമായി ദൈവം എഴുതുകയില്ല. നീ പരിശുദ്ധനാണ് സുമാമ. പ്രിയപ്പെട്ടവരെ, അനുയായികളെ കൊന്നെടുക്കുകയും നേതാവിനെ കൊല്ലാൻ വരികയും ചെയ്ത ഒരു മനുഷ്യന് പരിശുദ്ധ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ഹൃദയവിശാലത, അതെ, അത് മുഹമ്മദ് നബിക്കല്ലാതെ ലോകത്തൊരാൾക്ക് സാധ്യമല്ല. പഠിച്ചോളൂ നിങ്ങൾ, അറിഞ്ഞോളൂ നിങ്ങൾ, ഉൾക്കൊണ്ടോളൂ നിങ്ങൾ എന്നേ എനിക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളൂ. എന്റെ ദൗത്യം അതാണ്, എന്റെ നിർവഹണം അതാണ്. എന്റെ ദൈവം തമ്പുരാൻ പ്രവാചകന്മാരുടെ അനന്തരാവകാശികളായ ഇസ്ലാമിക പ്രബോധകരെ ഏൽപ്പിച്ച ദൗത്യം അതല്ലാതെ മറ്റൊന്നല്ല. ദാറ്റ്സ് ഓൾ. നിങ്ങൾക്കറിയുമോ, ബദർ യുദ്ധം ഉണ്ടായി. ബദർ യുദ്ധം ഉണ്ടായി. ബദർ യുദ്ധം കഴിഞ്ഞു. മക്കയിലെ മുഴുവൻ ആളുകളുടെയും മനസ്സിൽ ഇസ്ലാമിക സമൂഹത്തോടും പ്രവാചകനോടും അടങ്ങാത്ത വിരോധം. യുദ്ധം അങ്ങനെയാണല്ലോ. യുദ്ധം ഏത് കാലഘട്ടത്തിലും അങ്ങനെയാണല്ലോ. ഭയങ്കരമായ ശത്രുത. കേട്ടോളൂ, അണുകിട നിങ്ങൾ വ്യതിചലിക്കരുത്. ഇത് കേൾക്കണം, നിങ്ങൾ ശ്രദ്ധിക്കണം. ജീവിതത്തിലെ വെളിച്ചമാണ് ഞാൻ പറയുന്നത്. നമുക്ക് ഏറ്റവും ചുരുങ്ങിയത് ഈ കേൾക്കുന്ന മുഴുവൻ ആളുകൾക്കും ഇസ്ലാമൻ തെറ്റിദ്ധരിച്ച് ശരിയായില്ല എന്നുള്ളൊരു മെസ്സേജെങ്കിലും ഇതുവഴി കിട്ടുകയും, ഇന്നലെ വരെ മിണ്ടാതെ നടന്ന ബാലനും മുഹമ്മദും, എടാ ഞാൻ നിന്നെ കുറിച്ച് ഇസ്ലാമിനെ കുറിച്ച് അതെങ്കിലും ഈ പ്രസംഗത്തിന്റെ അനന്തരഫലമായി ഉണ്ടായാൽ നമ്മളൊക്കെ നന്നായി. ആരെക്കുറിച്ചും ഒരു ശത്രുതയും നമ്മുടെ മനസ്സിൽ ആവശ്യമായി. അവരുടെ മനസ്സിൽ കോപം ഇങ്ങനെ ജ്വലിച്ചു നിന്നു. അപ്പോ സഫ്വാൻ വളരെ കോപാകുലനായി നിൽക്കുകയാണ്. അപ്പൊ ഉമൈർ സഫ്വാനോട് വന്നിട്ട് കോപമൊക്കെ പറഞ്ഞു, മുഹമ്മദിനെ കൊല്ലണം. അപ്പോ ഈ സഫ്വാൻ എന്ത് പറഞ്ഞു? നിനക്ക് ഞാൻ എല്ലാ സപ്പോർട്ടും തരാം, മുഹമ്മദിനെ നീ കൊല്ലുവോന്ന് ചോദിച്ചു. ഞാൻ കൊല്ലും പറഞ്ഞു, പക്ഷെ എനിക്ക് 2 തടസ്സമുണ്ട് എന്ന് പറഞ്ഞു. ഉമൈർ പറയാൻ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലാൻ എനിക്ക് 2 തടസ്സമുണ്ട്. ഒന്ന്, ഞാനൊരു കടക്കാരനാ, ബാധ്യത ഉണ്ട്, ഒരുപാട് ആളുകൾക്ക് പൈസ കൊടുക്കാണ്ട്, അത് കൊടുത്തിട്ടേ മരിക്കാൻ പാടുള്ളൂ. കണ്ടോ, അന്നത്തെ മുശ്രിക്കുകൾക്ക് വരെ ഭയങ്കര അന്തസ്സായിരുന്നു. ഞാൻ നോട്ട് ചെയ്ത പോയിന്റ് പറഞ്ഞാൽ, അന്നത്തെ മുശ്രിക്ക് വരെ എന്താ പറയുന്നത്? കടണ്ടേ കൊടുത്തിട്ടേ മരിക്കാവൂ, അല്ല വെറുതെ പോയി മരിക്കരുത്. അത്ര ക്വാളിറ്റി അക്കാലത്തുണ്ടായി എന്നർത്ഥം. എന്നിട്ട് ഒരു ജാഹിലായി ജീവിച്ചു, തൗഹീദില്ലാത്തത് കൊണ്ട്. സഹോദരങ്ങളെ, അപ്പോ സഫ്വാൻ പറഞ്ഞു, എന്ത്? നിന്റെ കടം മുഴുവനും ഞാൻ തീർത്തോളാം, നിന്റെ കടം മുഴുവനും ഞാൻ തീർക്കാം. പിന്നെ രണ്ടാമത്തെ നിന്റെ പ്രശ്നം നിന്റെ ഫാമിലിയാണല്ലോ, അവരെ ഞാൻ ഏറ്റെടുത്തോളാം. ഇത് പറഞ്ഞപ്പോ ഉമൈർ എന്ന് പറഞ്ഞു, ശരി എന്നാ ഞാൻ അതിന് ഒരുങ്ങി പുറപ്പെടുക എന്ന് പറഞ്ഞു. എന്നിട്ട് ഉമൈർ നല്ലൊരു വാള് മൂർച്ച കൂട്ടി. ആ വാളിന്റെ മൂർച്ചയിൽ മാരക ശക്തിയുള്ള വിഷം പുരട്ടി കുതിരപ്പുറത്ത് കയറി എങ്ങനെ പോവാൻ 400 മൈലുകൾക്കപ്പുറത്തുള്ള മദീനയിലേക്ക് മക്കത്ത് നിന്ന്. ഉമൈറിന്റെ വരവ് ദൂരെ നിന്ന് കണ്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അങ്ങോട്ട് ചെന്നിട്ട് അദ്ദേഹത്തെ പിടിച്ചുകൊണ്ടുവന്ന് പ്രവാചക സന്നിധിയിൽ ഇങ്ങനെ നിർത്തിയിട്ട് പ്രവാചകൻ ചോദിച്ചു, ഉമൈർ നീ എന്തിനു വന്നതാണ്? ഉമൈർ നീ മക്കത്തിൽ നിന്ന് മദീനത്തേക്ക് എന്തിനു വന്നതാണ് ഉമൈർ? അപ്പൊ ഉമൈർ പറഞ്ഞു, ഞാൻ ബദർ യുദ്ധത്തിൽ പിടിക്കപ്പെട്ട ഞങ്ങളുടെ ആളുകളില്ലേ, അവരെ വിട്ടുതരണമെന്നുള്ള സന്ധി സംഭാഷണത്തിന് വേണ്ടി വന്നതാ ഞാൻ എന്ന് പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഉമൈർ അതിനെന്തിനാ വാള്? അതിനെന്തിനാ ഉമൈർ വാള്? ഉമൈർ എന്തിനാ അതിന് വാള്? അദ്ദേഹം പറഞ്ഞു, അത് എന്റെ ഒട്ടകപ്പുറത്ത്, എന്റെ വാഹനപ്പുറത്ത് ആയിപ്പോയതാണ്, കൊണ്ടുവെക്കാൻ കഴിഞ്ഞില്ല, അതുകൊണ്ടാണ്. വീണ്ടും റസൂൽ ചോദിച്ചു, ഉമൈർ സത്യം പറ ഉമൈർ,
നീ എന്നെ കൊന്ന് തലയെടുത്ത് തിരിച്ചു മക്കയിൽ ചെല്ലാമെന്നും നിന്റെ കടം മുഴുവനും തീർക്കാമെന്നും നിന്റെ കുടുംബത്തെ സംരക്ഷിക്കാമെന്നും സഫ്വാൻ പറഞ്ഞിട്ടില്ലേ ഉമൈർ? ഇത് കേട്ടപ്പോ സ്തബ്ധനായി നിന്നു. കാരണം എന്താ? ഇവര് രണ്ടാളും 400 മൈലുകൾക്ക് അപ്പുറത്ത് നടത്തിയ ചർച്ച മുഹമ്മദ് നബിക്ക് ദൈവം ഇവിടെ എത്തിച്ചു കൊടുക്കുകയാണ് വഹിയിലൂടെ. ഇതൊക്കെ വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം, അല്ലാത്തവർക്ക് എതിർക്കാം, അതിൽ കുഴപ്പമൊന്നുമില്ല. അതിനൊന്നും ആരെയും നിർബന്ധിക്കണില്ല. പ്രവാചകൻ ഇതാണ് ചോദിച്ചപ്പോ ഉമൈർ സ്തബ്ധനായി നിന്നു. ഉമൈർ പിന്നീട് പറഞ്ഞ വാക്കുകൾ എന്താ അറിയോ? ഞാൻ അങ്ങ് കള്ളപ്രവാചകനാന്ന് വിചാരിച്ചതാ. അതെ, ആത്മാർത്ഥമായിട്ട് വിചാരിച്ച നബി കള്ളപ്രവാചകനാണ്, അങ്ങനെയാ വിചാരിച്ചത്. മുജാഹിദ് പ്രസ്ഥാനം പിഴച്ചതാന്ന് വിചാരിച്ച സമസ്തക്കാരല്ലേ എന്ന് നമ്മുടെ ബലം അല്ലേ? അത് ഏത് കാലഘട്ടത്തിലും അങ്ങനെയാണ്, ഏത് കാലഘട്ടത്തിലും. മുഹമ്മദ് നബി എന്നിട്ടായ ഇസ്ലാം സ്വീകരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമൈറിനെ ആലിംഗനം ചെയ്ത് കൂട്ടിപ്പിടിച്ചു. സഹോദര, മാരക വിഷം പുരട്ടി വാളുമായി കൊല്ലാൻ വന്ന മനുഷ്യനെ സെക്കൻഡ് കൊണ്ട് വാരിപ്പുണരുന്ന മഹാവിപ്ലവകാരി മുഹമ്മദ് നബി അല്ലാതെ ആരുണ്ട് മനുഷ്യരെ? സ്വന്തം ഭാര്യയെ ബട്ടൺ തുന്നിപ്പിടിപ്പിക്കാത്തതിന്റെ പേരിൽ റിവോൾവർ എടുത്ത് വെടിവെച്ച് കൊന്ന ഹിറ്റ്ലറെ നിങ്ങൾ ഓർക്കണം. ലോകത്ത് നടന്ന മഹാവിപ്ലവങ്ങളിൽ ലക്ഷക്കണക്കിന് മനുഷ്യരെ കൊന്നൊടുക്കിയ മഹാവിപ്ലവകാരികൾ നയിച്ച തേരോട്ടവും പടയോട്ടവും നിങ്ങൾ മറക്കരുത്. ഇനി ഇസ്ലാമിക സമൂഹം മനസ്സിലാക്കിക്കോ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ലോകത്തിന്റെ, ഞാൻ പറഞ്ഞല്ലോ, ഒരു വലിയ ഭരണാധികാരി. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന ഭരണം ഉമറിന്റെ ഭരണമാണ്. ആ ഉമറിനെ കൊന്നു. ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കൊന്നു. ഒരു ശത്രു ഇരുതല മൂർച്ചയുള്ള വാളുകൊണ്ട്, ആയുധം കൊണ്ട് കുത്തിയിട്ട് കൊടലി കെട്ട് പുറത്തേക്ക് വന്നു. എന്നിട്ട് അദ്ദേഹം സ്വയം ആത്മഹത്യ ചെയ്തു. 12ഓളം മുസ്ലിമീങ്ങൾക്ക് പരിക്കേൽപ്പിച്ചു. ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയാണ് കൊല്ലുന്നത്. ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയെ കൊല്ലുകയാണ്, മനസ്സിലാക്കണം. അപ്പൊ അങ്ങനെ കൊന്നൊടുക്കിയ ഒരു ഘട്ടം, അങ്ങനെ കൊന്നു. ഈ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു എന്താ മഴ ചാറുന്നുണ്ടോ? ചെറിയ ചാറിലൊക്കെ ആണെങ്കിൽ ഒന്നങ്ങടക്ക് സഹിച്ചേളി, ഒരു കുറച്ച് സമയം കൂടെ. അല്ലെ, മാറിക്കാൻ പറ്റിയ സ്ഥലങ്ങളും കേൾക്കാൻ പറ്റിയ സ്ഥലമുണ്ട്, അങ്ങോട്ടൊക്കെ മാറിയെന്നോളൂ. ഇവിടെ തന്നെ നിന്ന് കേൾക്കണം, നിങ്ങൾ കേട്ടാൽ മതി. എവിടെങ്കിലും നിന്നിട്ട്, പറ്റാവുന്നിടത്തോളം നിന്നിട്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ മകൻ ഉബൈദുല്ലാഹ് ബിൻ ഉമർ അറിയാണെന്ത്? എന്റെ ബാപ്പാനെ കൊന്നവരുടെ സഖ്യത്തിൽ ഇന്ന ആളുണ്ട്, ഉർസുമാൻ എന്ന് പറയുന്ന മനുഷ്യനുണ്ട്. ഉർസുമാൻ എന്ന് പറയുന്ന മനുഷ്യൻ. അങ്ങനെ ഉബൈദുല്ലാഹ് ബിൻ ഉമർ, നിങ്ങളുടെ കേൾവി നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ച് കേൾക്കുക. ഉബൈദുല്ലാഹ് ബിൻ ഉമർ ചെന്നിട്ട് എന്ത് ചെയ്തു? ഉർസുമാനെ കൊന്നു. സ്വന്തം ബാപ്പാനെ കൊല്ലാൻ സഖ്യകക്ഷികളിൽ കൂടിയ വ്യക്തിയെ, മനസ്സിലാക്കണങ്ങള്. എന്നിട്ടോ ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ശരിക്കും മനസ്സിലാക്കിയുള്ള ഈ വാക്കുകളൊക്കെ. ഉസ്മാൻ ഇബ്നു അഫ്ഫാനെ അധികാരത്തിലേറ്റാൻ നിൽക്കുകയാണ്. അധികാരത്തിലേറ്റാൻ നിൽക്കുമ്പോൾ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു ചാടി ഇങ്ങോട്ടെണീച്ചു. ഏറ്റവും വലിയ ധീരനായിരുന്നു അലി ഇബ്നു അബീ താലിബ്. അദ്ദേഹം എഴുന്നേറ്റെന്ന് പറഞ്ഞു, ഭരണാധികാരിയെ തെരഞ്ഞെടുക്കാൻ നിൽക്കട്ടെ. ആയിട്ടില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കൊന്നപ്പോ അദ്ദേഹത്തിന്റെ മകൻ ആ സഖ്യകക്ഷിയിൽപ്പെട്ട ശത്രുപ്പെട്ട ഒരാളെ കൊന്നിട്ടുണ്ട്. കാരണം നിയമം അദ്ദേഹം കയ്യിലെടുത്തു. മനസ്സിലായിക്കോളി, നിയമം ഒരു വ്യക്തി കയ്യിലെടുത്തു. ഇസ്ലാം അത് പാടില്ല. അതുകൊണ്ട് അതിന് പരിഹാരം ഉണ്ടാക്കിയിട്ട് മതി. ചിന്തിക്കണം. ഒരു പൗരനും, കേരളത്തിലെ ഒരു പൗരനും, ഇന്ത്യയിലെ ഒരു മുസ്ലിമിനും ആയുധെടുക്കാൻ അള്ളാഹ് പെർമിഷൻ നൽകിയിട്ടില്ല. അള്ളാഹിന്റെ ഖുർആൻ കൊണ്ട് തെളിയിക്കാൻ കഴിയില്ല, ഹദീസ് കൊണ്ട് തെളിയിക്കാൻ കഴിയില്ല, ചരിത്രം കൊണ്ട് തെളിയിക്കാൻ കഴിയില്ല. ഈ വസ്തുത നമ്മൾ ഗൗരവമായി മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യുദ്ധക്കുതിയനല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെ ഒരു തോട്ടത്തിലൂടെ കടന്നു പോവുകയാണ് പ്രവാചക തിരുമേനി. അപ്പൊ ഒരു ഒട്ടകം പ്രവാചകനെ കണ്ടപ്പോ വിങ്ങിപ്പൊട്ടി കരഞ്ഞു. നിങ്ങൾ ഒരുപക്ഷെ കൗതുകത്തോടുകൂടി കാണാം. ഒട്ടകം കരഞ്ഞപ്പോ പ്രവാചകൻ ഒട്ടകത്തിന്റെ സമീപത്തേക്ക് ചെന്നു. ഒട്ടകവുമായി പ്രവാചകൻ സംസാരിച്ചു. നബിയുടെ മൗജിദത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടകം നബിയോട് കരഞ്ഞിട്ട് പറഞ്ഞു, എന്റെ യജമാനൻ എന്നെ പീഡിപ്പിക്കുന്നു, എനിക്ക് നല്ല ഭക്ഷണം തരുന്നില്ല, ഭാരിച്ച ജോലി എന്നെ കൊണ്ടെടുപ്പിക്കുന്നു. സഹീലുള്ള ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒട്ടകത്തെ തടവി, ഒട്ടകത്തിന്റെ കരച്ചിൽ നിന്നു, ഒട്ടകത്തെ സമാധാനിപ്പിച്ചു, കണ്ണുനീർ തുടച്ചു കൊടുത്തു. എന്നിട്ട് ഉറക്കെ വിളിച്ചു, ഏയ്, ആരാണ് ഈ ഒട്ടകത്തിന്റെ നടത്തിപ്പുകാരൻ? ആരാണ്? മേൽനോട്ടക്കാരൻ ആരാണ്? അപ്പൊ ഒരു അൻസാരി വന്നിട്ട് പറഞ്ഞു, നബിയെ എന്റെതാ. ആ അൻസാരിയോട് റസൂലുള്ളാഹി പറയാണ്, അൻസാരി, ഈ ഒട്ടകത്തിന്റെ കാര്യത്തിൽ അല്ലാഹുവിനെ നീ ഭയപ്പെട്ടോ? അതാണ് ഇസ്ലാം.
ഒരൊട്ടകത്തിനെ പോലും പ്രയാസപ്പെടുത്തുന്നത്. ഒട്ടകത്തിന്റെ കയറ് വേഗതയിൽ വലിച്ചപ്പോ ആയിഷ, ആ മിണ്ടാ പ്രാണിയോട് കരുണ കാണിക്കണേ ആയിഷ എന്ന് ലോകത്തെ പഠിപ്പിച്ച പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും, ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും, മനുഷ്യജീവിതം ബന്ധപ്പെടുന്ന സമസ്ത മേഖലകളിലും ഇസ്ലാം മനുഷ്യരെ പഠിപ്പിച്ച കാതലായ വശങ്ങളിൽ ഒന്നതാണ്. അതുകൊണ്ട് തന്നെ മുസ്ലിമീങ്ങളോടും ലോകത്തുള്ളവരോടും ഈ പ്രവാചകൻ ആരാ? ഇല്ലാ കാഫത്തൽ ലിന്നാസി ബശീറൻ വനദീറാൻ. ലോകത്തുള്ള മുഴുവൻ മനുഷ്യരുടെയും പ്രവാചകൻ. ലോകത്തെ 714 കോടി മനുഷ്യർക്കും സ്വീകരിക്കാൻ പറ്റിയതേ അദ്ദേഹം പഠിപ്പിച്ചിട്ടുള്ളൂ. ഇതാണ് ഇസ്ലാം പറയുന്നത്. അദ്ദേഹം ഏതും കുളിക്കാൻ പഠിപ്പിച്ചു, പല്ല് തേക്കാൻ പഠിപ്പിച്ചു, അതുപോലെ തന്നെ പിന്നെ മനുഷ്യനോട് നഖം വെട്ടാൻ പറഞ്ഞു, മുടി എണ്ണ തേച്ചൊതുക്കാൻ പറഞ്ഞു, നല്ല ഡ്രസ്സ് ധരിക്കാൻ പറഞ്ഞു, ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു, ജീവിതത്തിൽ ഒരിക്കലും കള്ളം പറയരുതെന്ന് പറഞ്ഞു, അങ്ങനെ അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കരുതെന്ന് പറഞ്ഞു, രാത്രി വിരിയിലേക്ക് ചെല്ലുമ്പോൾ വിരി മുട്ടിപ്പരിശോധിച്ചിട്ടല്ലാതെ അതിൽ കിടക്കരുതെന്ന് പറഞ്ഞു, അഴിച്ചുവെച്ച ഷൂ പോലും പരിശോധിച്ചിട്ടല്ലാതെ ധരിക്കരുതെന്ന് പറഞ്ഞു, അയൽവാസി പട്ടിണി കിടക്കുമ്പോ വയറ് നിറയെ ആഹരിക്കാൻ പാടില്ലെന്ന് പഠിപ്പിച്ചു, അവന്റെ ഭക്ഷണകാര്യം ശ്രദ്ധിക്കണമെന്ന് പഠിപ്പിച്ചു, നിന്റെ അയൽവാസി നിന്നെ കുറിച്ച് നിർഭയനാകാത്ത കാലത്തോളം നീ യഥാർത്ഥ മുഅ്മിനാവില്ല എന്ന് പഠിപ്പിച്ചു. ഒരിക്കലും ആ പ്രവാചകന്റെ ക്വാളിറ്റിയിലെ നമ്പർ 1 എന്താ? ഒരിക്കലും ഒരു ദൈവമായ അദ്ദേഹം ജനങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടില്ല. എല്ലാവർക്കും വരം കൊടുക്കുന്ന ഒരു നേതാവായി, ഒരു വലിയ തങ്ങളായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യക്ഷപ്പെട്ടില്ല. ഇല്ല. നമ്മുടെയൊക്കെ ആളുകൾക്ക് എന്താ, നിങ്ങൾ നോക്ക്, ഏതെങ്കിലും ഒരു പിന്നെ ലോക്കൽ മനുഷ്യന്റെ പേര് കേട്ട തെക്ബീർ കൊണ്ട് അങ്ങോട്ട് ആകാശം മുട്ടെ. കഴിഞ്ഞ ദിവസമൊക്കെ കൂത്തുപറമ്പില് എന്റെ തൊട്ടടുത്ത സ്ഥലത്ത് പ്രസംഗിച്ചപ്പോ എങ്ങനെ ഉണ്ടായി? മാവല്ലിയിൽ പ്രസംഗിച്ചപ്പോ വേറെ ഒരു നേതാവിന്റെ പേര് പറഞ്ഞപ്പോ കുട്ടികളൊക്കെ വമ്പിച്ച തെക്ബീർ. എന്താന്നാ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോ സദസ്സ് എഴുന്നേറ്റത് പറഞ്ഞു, സിറ്റ് ഡൗൺ, സിറ്റ് ഡൗൺ, സിറ്റ് ഡൗൺ, സിറ്റ് ഡൗൺ. നബിയോട്, അതാ മുഹമ്മദ് നബി, അല്ലാതെ കമറുൽമയും സംശുലമയും അല്ല മുഹമ്മദ് നബി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സിറ്റ് ഡൗൺ. ലാ തുത്റൂനി കമാ അത്റത്തിൻ നസാറാ ഈസ ഇബ്നു മറിയം. ഈ ക്രിസ്ത്യാനികൾക്ക് സംഭവിച്ച ഇതാ, പച്ചയായ മനുഷ്യനെ ദൈവാക്കി. അപ്പണി നിങ്ങൾ എന്റെ പേരിൽ ചെയ്യരുത്, ഞാനൊരു പച്ചയായ മനുഷ്യനാണ്. കണ്ടോ? ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താ? ഞാൻ ദൈവം അടിമയാണ്. ഖുലു അബ്ദുല്ലാഹി വറസൂലു, ഞാൻ അല്ലാഹുവിന്റെ അടിമയാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നത് എന്താ? സുബ്ഹാനല്ലദീ യസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സ. കണ്ടോ? ഖുർആനിലെ 17-ാം അധ്യായം 1-ാമത്തെ വചനം. പ്രവാചകൻ ആരാ? അടിമയാണ്. ഒന്നാമത്തെ ക്വാളിഫിക്കേഷൻ അടിമാണ്, രണ്ടാമത്തെ റസൂല്. അങ്ങനെയാ. ഒന്നാമത്തെ ഞാൻ റസൂലാ, പിന്നെ അടിമയാണല്ല. ഖുലു അബ്ദുല്ലാഹ് വറസൂൽ. അതാ നിങ്ങൾ ആദ്യം അംഗീകരിക്കണ്ടേ. നിങ്ങൾ പടച്ചോനിലേക്ക് ഉയർത്തരുത്, നിങ്ങൾ പടച്ചോനിലേക്ക് ഉയർത്തരുത്. ഈ ലോകത്തോട് വിട പറയുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രാർത്ഥന എന്താ? അല്ലാഹുമ്മ, അല്ലാഹുവേ, ലാ തജ്അൽ ഖബരി ഈദാ, ലാ തജ്അൽ ഖബരി വസനൻ യുഅബദ്. റസൂൽ പറയാ, എന്റെ ഖബർ ആരാധിക്കപ്പെടുന്ന ബിംബമാകരുത്, എന്റെ ഖബറിടത്തിൽ ഉറൂസ് നടക്കരുത്. ഉറൂസ് നടത്തുന്നവരോട് ഞാൻ ചോദിക്കുക, നബി സമസ്തയുടെ നേതാവാണ്. നബി എന്താ പറയാ? ലോകത്തിലെ അനസയ്യിദു ഉൽദി ആദം, ആദമിൻ മക്കളുടെ നേതാവ് ഞാനാകുന്നു. അതുകൊണ്ട് ലോകത്ത് പടച്ചവനെ ഏറ്റവും വലിയ ഉറൂസ് ഏർവാടിയിലും നാഗൂറിലും അജ്മീറിലും മുത്തുപേട്ടയിലുമല്ല, എന്റെ ദർഗയിലാകേണമേ എന്ന് മുഹമ്മദ് നബി പ്രാർത്ഥിച്ചിരുന്നുവെങ്കിൽ മുഹമ്മദ് നബി സമസ്തക്കാരനാകുമായിരുന്നു. നബി പറയുന്നതോ, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി ഈദാ, എന്റെ ഖബറിന് ഉറൂസിന്റെ കേന്ദ്രം ആക്കണം എന്ന് പറഞ്ഞ സമസ്ത, ആക്കരുത് എന്ന് പറഞ്ഞ സലഫി. That's all. അതാണ് മുഹമ്മദ് നബി. അതാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശരിക്കും പഠിക്കണം മനുഷ്യർക്കിടയിൽ. നോക്കൂ, നബിയോ ആളുകളൊക്കെ ഇരിക്കുന്നിടത്ത് ഒരാൾ വന്നു, വലിയ കസേരയിൽ ഇരിക്കുന്ന ഒരു നേതാവിനെ അവർ കണ്ട്. അപ്പൊ അവർ ചോദിച്ചു, അയ്യുക്കും മുഹമ്മദ്, അയ്യുക്കും മുഹമ്മദ്, നിങ്ങളിലാരാ മുഹമ്മദ്, നിങ്ങളിലാരാ മുഹമ്മദ്? നോക്കണേ, നിങ്ങളിലാരാ മുഹമ്മദ് അല്ലേ? നോക്ക്, സ്വന്തം കൈ കൊണ്ട്. അതുകൊണ്ട് നന്നായി ഗ്രഹിച്ചോളൂ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിക്കേണ്ടത് തന്നെ അല്ലേ? അതുകൊണ്ട് നന്നായി ഗ്രഹിച്ചോളൂ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിക്കേണ്ടത് തന്നെ അല്ലേ? പഠിക്കേണ്ട ആള് തന്നെയാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി. നബി പറയാണെന്ത്? അയൽവാസിന്റെ വീട്ടിന്റെ നമ്മുടെ കോമ്പൗണ്ട് വാള് കെട്ടൂലേ? വീടിന് കോമ്പൗണ്ട് വാള്, ഇസ്ലാമിന്റെ വിധി എന്താ പറയുക? 20 കാര്യങ്ങളിൽ ഒന്നാത് കോമ്പൗണ്ട് വാൾ ഉയർത്തി കെട്ടാൻ പാടില്ല. നബി പറയാൻ, അയൽവാസിയോടുള്ള ബാധ്യത 20 എണ്ണത്തിൽ ഒന്നെന്താണ്? അവന്റെ പറമ്പിലേക്ക് അടിക്കുന്ന കാറ്റുണ്ടല്ലോ, ആ കാറ്റിന്റെ ദശയിൽ ഉയർത്തി കോമ്പൗണ്ട് വാള് കെട്ടരുത്.
ആര് പറയാ? 1400 വർഷങ്ങൾക്ക് മുമ്പ് മുഹമ്മദ് നബി. മനസ്സിൽ മാത്രല്ല കൊമ്പൗണ്ട് വാള്, ജീവിതത്തിലും പാടില്ല. ആണ് ഇസ്ലാം. അതുകൊണ്ട് ഇസ്ലാമിനെ ശരിക്കും അറിയുകയും പഠിക്കുകയും ചെയ്യുക, പ്രവാചകനെ താരതമ്യം ചെയ്ത് പഠിക്കുക, അല്ലേ? കാർൽ മാർക്സിനെ നിങ്ങൾ നോക്ക്, ഒറ്റ ഭാര്യ ഹെലന എന്ന് പറഞ്ഞൊരു വെപ്പാട്ടി, എന്നിട്ടും ജീവിതം പരാജയമായിരുന്നു. ചാൾസ് നിങ്ങൾ നോക്കൂ, ലോകം കണ്ടേ ആൽബർട്ട് ഐൻസ്റ്റീൻ 2 സ്ത്രീകളെ കല്യാണം കഴിച്ചു, പരാജയമായിരുന്നു. അബ്രഹാം ലിങ്കന്റെ ഭാര്യ അടുപ്പത്ത് തിളയ്ക്കുന്ന ചട്ടിയോടൊക്കെ കൊണ്ടുവന്ന് അബ്രഹാം ലിങ്കന്റെ തലയിലേക്ക് ഒഴിച്ചു മീറ്റിംഗില്, വീട്ടിലെ. ഇതൊക്കെ ചരിത്ര പരിശോധിച്ചോളി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതല്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാർത്തെടുത്തൊരു സമൂഹം വേറെ തന്നെയാ. ആ നബി ഈ ലോകത്തോട് വിട പറയുമ്പോ ആ സമൂഹത്തിന്റെ അവസ്ഥ എന്താ നോക്കണം നിങ്ങൾ. പലിശയില്ലാത്തൊരു സമൂഹം, ഒരു തുള്ളി മദ്യപിക്കാത്തവരുടെ സമൂഹം. എങ്ങനെ? ഒരു രാജ്യത്തിലെ മുഴുവൻ പൗരനും മദ്യപിക്കാത്തവർ, ഒരു രാജ്യത്തിലെ മുഴുവൻ പൗരനും പലിശ വാങ്ങാത്തവർ, ഒരു രാജ്യത്തിലെ മുഴുവൻ മനുഷ്യരും ലോട്ടറി വാങ്ങാത്തവർ, ഒരു രാജ്യത്തിലെ മുഴുവൻ മനുഷ്യരും കള്ളം പറയാത്തവർ, ഒരു രാജ്യത്തിലെ മുഴുവൻ കച്ചവടക്കാരും അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കാത്തവർ ഉണ്ടോ നിങ്ങളുടെ കയ്യിൽ? ഇങ്ങനെ ഒരു സൊസൈറ്റിയെ വാർത്ത ഒരു നേതാവ് എള്ളുകൂട്ടം കിട്ടുന്നത് എന്നിട്ടല്ലേ? അതുകൊണ്ട് മുസ്ലിങ്ങളോട് നമ്മൾ ആദ്യം റസൂലുള്ളാഹിനെ പഠിക്കുക, ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരായിരുന്നു? നമ്മുടെ നാട്ടിലെ മുഴുവൻ മനുഷ്യർക്കും. ഞാൻ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. പഠിക്കണം, മനസ്സിലാക്കണം. ബാബരി മസ്ജിദിന്റെ പ്രശ്നം പറയാറുണ്ട് അല്ലേ? ഇങ്ങനെയാ, മറന്നു. ബാബരി മസ്ജിദ് ഇപ്പോ മുസ്ലിങ്ങൾക്ക് അനുകൂലമായി വിധിച്ചാൽ അതായിരിക്കും സത്യം, എല്ലാവർക്കും അറിയാലോ. ഞാൻ പോപ്പുലർ ഫ്രണ്ട് NDF ഇതൊന്നല്ല കേട്ടോ, ബാക്കിയോട് കേട്ടോളി. ബാബരി മസ്ജിദ് മുസ്ലിങ്ങൾക്ക് അനുകൂലമായി വിധിച്ചാൽ അത് ഇന്ത്യൻ നീതി വ്യവസ്ഥ സത്യസന്ധമായി അതിനെ കണ്ടു എന്നുള്ളതാണ് അതിന്റെ സത്യം. ഒന്ന് കേട്ടോ. ഈ ബാബരി മസ്ജിദ് പ്രശ്നമൊക്കെ ഉണ്ടാക്കുന്നവരെ നമ്മൾ എതിർക്കുന്നല്ല, സത്യത്തിനെ നമ്മൾ ഒരിക്കലും എതിർത്തിട്ടില്ല. 2, ഇനി ബാബരി മസ്ജിദ് വിഷയത്തിൽ അവിടെ അയോധ്യ കെട്ടലാണ് ഉത്തമെന്ന് കോടതി വിധിച്ചാൽ നമ്മളെ വിധി എന്താ? അതേ ഞാൻ പറയുന്നുള്ളൂ. ബാബരി മസ്ജിദ് പൊളിച്ചെടുത്ത് രാമജന്മ തർക്കത്തിൽ ക്ഷേത്രം തന്നെയാണ് പണിയേണ്ടതെന്നാണ് കോടതി വിധിച്ചതെങ്കിൽ നമ്മൾ എന്തു ചെയ്യണം? അത് പറയാൻ ഇസ്ലാമികമായി നമുക്ക് അവകാശമുണ്ടല്ലോ. 2 കാര്യങ്ങളാണുള്ളത്. ഒന്ന്, ബാബരി മസ്ജിദ് നമുക്ക് അനുകൂലമായി വിധിച്ചാൽ റോട്ടിലിറങ്ങി പ്രകടനം നടത്തി ആഹ്ലാദം വെച്ച് വിജയസാധ്യത വരച്ച് ബാക്കിയുള്ളവനെ ചൊടിപ്പിച്ച് ഒരു പ്രശ്നം ഉണ്ടാക്കണോ? എന്താണ് ഇസ്ലാമിന്റെ നിലപാട്? ഏറ്റവും വലിയ ചരിത്ര പ്രസിദ്ധമായ വിജയമായിരുന്നു ഏത് മക്കം ഫതഹ് അല്ലേ? നാട് വിട്ട് പരിശുദ്ധ കാബയിൽ വരെ വരാൻ കഴിയാതെ നാട് വിട്ട് എത്രയോ മൈലുകൾക്കപ്പുറത്ത് പോയവർക്ക് ആ രാജ്യം പൂർണ്ണമായി കീഴടങ്ങിയപ്പോ റസൂലിന്റെ കയ്യിൽ നിന്ന് വാള് വാങ്ങിയൊരു സഹാബി ഉണ്ടായിരുന്നു. അയാൾ ഉറക്ക വിളിച്ചറിയാ, വിട്ടോളിയടാ നിങ്ങളെ തല അരിയുന്ന ദിവസാന്ന്. നോക്കണം, വിട്ടോളിയടാ, വിട്ടോളൂ, നിങ്ങളെ കഴുത്തരിയുന്ന ദിവസാന്ന്. റസൂൽ എന്താ ചെയ്തറിയോ? വിവേകീന്റെ ബാളിങ്ങോട്ട് പിടിച്ചെങ്കിൽ അവിടുന്ന് കയറുന്നു. ഇന്ന് റഹ്മത്തിന്റെ ദിവസമാണ്. അതാണ് നമുക്കെന്തില്ല, നബീനെ പോലെ പക്വതയുള്ളൊരു നേതാവില്ല. കാരണം എന്താ? ആ വാള് പിടിച്ചോ ചിന്തിക്കണ്ടേ, പക്വതയോടുകൂടി ചിന്തിക്കണ്ടേ? ലോകത്ത് തന്നെ 2ാം മുസ്ലിം ഭൂരിപക്ഷ രാജ്യം ഇന്ത്യയാണ്. 2ാം ഭൂരിപക്ഷ മുസ്ലിം രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. അതിലേറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ ജീവിക്കുന്ന നാടേതാ? UP അല്ലേ? ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ ജീവിക്കുന്ന നാട് UP. BJPക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥി മുസ്ലിങ്ങൾ മത്സരിച്ച നാടേതാ? UP. ബാബരി മസ്ജിദിന്റെ പരിസരത്ത് കാട്ടിച്ച് മൂത്രിച്ച് ജന്തുക്കൾ വിഹരിച്ചപ്പോ അതിന് വിട്ടുകൊടുത്തവരാരാ? മുസ്ലിങ്ങൾ. ബാബരി മസ്ജിദിന്റെ ഉള്ളിൽ ഏതോ മതത്തിന്റെ ആകട്ടെ ആരാധനാമൂർത്തിയെ കൊണ്ടുവച്ചപ്പോ അവർക്ക് നിഷ്പ്രയാസം അത് വെക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തത് ആരാ? ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള അന്നാട്ടിൽ. അപ്പൊ ആ മുസ്ലിങ്ങൾക്ക് വേണോ? ചിന്തിക്കണം. ഒന്നാമത്തെ കാര്യം ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ നാട്ടിലൊരു പള്ളി ഈ ഒരവസ്ഥ സംജാതായി നമ്മൾ വിട്ടുകൊടുക്കുവോ? ന്യായമായി നീതിയുടെ ബലത്തിൽ നമ്മൾ വിട്ടുകൊടുക്കുവോ? പള്ളി ആവശ്യമില്ലാത്തൊരുത്തനെ നമ്മൾ അടിച്ചേൽപ്പിച്ചിട്ട് കാര്യമുണ്ടോ? ആ പള്ളിയോടുള്ള ഹുർമത്തും മര്യാദയും കാത്തു സൂക്ഷിക്കാത്തവനെ അള്ളാഹ് പരീക്ഷിച്ചു. അതാണ് അതിന്റെ ഒരു ഉള്ളടക്കം. എന്നാൽ നമ്മൾ ഇതിനെയൊക്കെ എതിർക്കുന്നത് എന്തുകൊണ്ടാ? അതെന്താണെന്ന് മനസ്സിലാക്കിക്കോളെ. ഇന്ത്യ എന്ന് പറയുന്ന ജനാധിപത്യ രാജ്യത്ത് ഏത് മതങ്ങൾക്ക് നിലനിൽക്കാനും മതാരാധനാലയങ്ങൾക്ക് നിലനിൽക്കാനുള്ള അവകാശത്തിനെതിരെ ഒരു വിഭാഗം ധ്വംസിച്ചു. അതാണ് നമ്മുടെ പോയിന്റ്. അതേ നമ്മൾ പോയിന്റ്. അത് മാത്രമേ നമ്മുടെ പോയിന്റ്. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒരു ജൂതൻ പറയാട്ടോ, ഒരു ജൂതൻ മുസ്ലിങ്ങള് സുബൈക്ക് ജുമയ്ക്ക് പങ്കെടുക്കുന്ന പോലെ പങ്കെടുക്കാത്ത കാലത്തോളം ഓലെ പേടിക്കണ്ട അല്ലേ? പെരുന്നാൾ കഴിഞ്ഞു, അതിന്റെ പിറ്റേന്ന് പള്ളിയിൽ എത്ര ആളുണ്ടായിരുന്നു?
പെരുന്നാളിന്റെ തലേന്ന് വരെ അത്തായം മിണുങ്ങുന്നോണ്ട് എല്ലാവരും എന്ത് ചെയ്ത് പള്ളി ഫുള്ള്. പിറ്റേന്ന് പെരുന്നാളിന് പോകുന്നോണ്ട് സുബൈക്ക് ആരുമില്ല. അതിന്റെ പിറ്റേന്ന് ഇമാമ് ആരെങ്കിലും കൂലി ഒരു 50 റുപ്യ തരാം, എന്റെ മുമ്പിൽ ഒരു മൗമുമായി നിൽക്കുവോ അല്ലേ? അവനാന്റെ നാട്ടിലെ പള്ളിയിൽ നിസ്കരിക്കാതെ ഇങ്ങനെ ഓസൽട്ട് അടിച്ചിങ്ങനെ നടക്കുക. എന്നിട്ടോ മുതലാബരി മസ്ജിദ് പുനഃസ്ഥാപിക്കുക. അല്ല കുഞ്ഞിമനെ എന്റെ പള്ളിയിൽ ഈ ജീവിതത്തിൽ നിസ്കരിച്ചു. അതൊന്നുമില്ല. ഈ ജാതി വികാരം നമുക്ക് ആവശ്യമില്ല. അതുകൊണ്ട് പടച്ചവനോട് പ്രാർത്ഥിക്കാം. ഇത് രണ്ടായാലും ഏറ്റവും പ്രയാസമായിരിക്കാം മുസ്ലിങ്ങൾക്ക് ഉണ്ടാകുക. അനുകൂലമായി വിധിച്ചാലും പ്രതികൂലമായി വിധിച്ചാലും വരാൻ പോണ എന്താണ്? നമുക്ക് പ്രയാസം. പക്ഷേ അള്ളാഹിനോട് നമ്മൾ പ്രാർത്ഥിക്കാം. ഇന്ത്യയുടെ നീതി വ്യവസ്ഥ ഒരിക്കലും മഹാതകരുടെയൊന്നും കാണിച്ചിട്ടില്ല എന്ന് നമ്മൾ വിശ്വസിക്കുന്നു, അല്ലേ? അതുകൊണ്ട് ആ കാര്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ നിങ്ങൾ നോക്കൂ, സുഹൈൽ ഇബ്നു അംർ ഒരു കഥയും കൂടെ പറഞ്ഞുതരാം. നബിയെ എന്നും നിന്ദിക്കുകയും വിമർശിക്കുകയും ചെയ്ത ജീവിതാന്ത്യം വരെ പിന്നെയാ മുസ്ലിം ആയത്. അല്ല, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒറ്റ ഇടി ഇടിച്ചിട്ടുണ്ട് 4 പല്ല് കൊഴിച്ച് ഞാൻ അങ്ങക്ക് തരട്ടെ ചോദിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി പറയണത് ഓനെ ഇടിച്ചു, ഓന്റെ പല്ലല്ല ഓന്റെ കൈവെട്ടിക്കണം, വലത്തേ കയ്യോ ഇടത്തേ കയ്യോ. ഓൻ അത്രയും കത്തെഴുതിയാളാ. ഈ സുഹൈൽ ഇബ്നു അംർ ആരറിയോ? നല്ലൊരു കവി, പ്രാസംഗികൻ, വാചാലൻ. എന്നിട്ട് നബിക്കെതിരെ വളരെ വൃത്തികെട്ട, നബിയുടെ ഭാര്യമാർക്കെതിരെ പോലും വൃത്തികെട്ട ലേഖനം എഴുതിയവൻ. രംഗീല റസൂലുള്ളാഹിന്റെ ഏലേത്തൂല. ചരിത്രം പഠിച്ചോ? അങ്ങനത്തെ സുഹൈൽ ഇബ്നു അംർ. ആ സുഹൈൽ ഇബ്നു അംറിന്റെ പല്ലിടിച്ചു കൊയ്ക്കട്ടെ എന്ന് നബി ചോദിച്ചപ്പോ നബി എന്താർന്ന്? ഉമറെ, പരലോകത്ത് നിന്നിട്ട് നിന്റെയും എന്റെയും പല്ല് അള്ള ഇടിച്ചു കൊയ്ക്കുന്നതിനെ പറ്റി ആലോചിച്ചിട്ടുണ്ടോ? ഒരാളെ മുഖവും പല്ല് കൊയ്ച്ച് വിവരണാക്കാൻ നമുക്ക് അവകാശമല്ല. അള്ളാഹു നമ്മളെയും പരലോകത്തെന്തെയും പല്ല് വികൃതമാക്കും, പാടില്ല ഉമറെ. എന്നിട്ട് ഉമറിനോട് നബി പറയാട്ടോ, അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഉമറെ, ഈ സുഹൈലിനെ കൊണ്ട് നിനക്ക് ഹാപ്പി ആകുന്ന ഒരു സന്ദർഭം വരും. നീ ഭയങ്കരമായി സന്തോഷിക്കുന്ന ഒരു സംഭവത്തിന് സുഹൈലിലൂടെ നീ സാക്ഷ്യം വഹിക്കും. നമ്മളും പറയേണ്ടത് അതാ. ഞാൻ ഈ കൂത്തുപറമ്പിന്റെ അടുത്ത് ഇങ്ങനെ വന്നപ്പോ ഒരു സ്ത്രീ ഉണ്ട്, ഹിന്ദു സമൂഹത്തെ ജാഗരണം കൊള്ളിച്ച് പ്രസംഗിക്കുന്ന ഒരു സ്ത്രീ ഉണ്ട്. പേരൊന്നും ഞാൻ പറയില്ല. ഒരു സ്ത്രീ, ആ സ്ത്രീ ഒരു സ്ത്രീയുടെ നിലവാരത്തിൽ നിന്നുള്ളൊരു പ്രസംഗമല്ല, ഭയങ്കര ചീപ്പരി പ്രസംഗം. നമ്മുടെ മനസ്സിലുള്ള എന്താ അറിയോ? ആ സ്ത്രീയും നന്നാകുന്ന ഒരു ദിവസം വരും എന്നുള്ള പ്രാർത്ഥനയും പ്രതീക്ഷയും അവർ നന്നാകട്ടെ എന്നുള്ളത്. നമുക്ക് ആരെക്കുറിച്ച് നമ്മളെ സംബന്ധിച്ചിടത്തോളം നബി പറയാണ്, ഈ സുഹൈൽ ഇബ്നു അംറിനെ കൊണ്ട് നീ സന്തോഷിക്കും. കാലം കുറെ കഴിഞ്ഞു. റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം ആ നബിയുടെ ആ ഘട്ടത്തിൽ സുഹൈൽ ഇസ്ലാം സ്വീകരിച്ചു. സുഹൈൽ ഇബ്നു അംർ റളിയല്ലാഹു അൻഹു, അങ്ങനെ പറയാൻ നമ്മൾ ബാധ്യസ്ഥരാണല്ലോ. അതേ, ഇസ്ലാം വന്നു. മദീനത്തെ ഇസ്ലാമിന്റെ ശത്രുപക്ഷത്തിനെതിരെ സുഹൈൽ ഇബ്നു അംറിന്റെ മഹാപ്രസംഗം കേട്ടിട്ട് ആളുകൾ ഓടി. ഉമറേ, കോർണയിൽ കൊണ്ടുപോകും സുഹൈൽ ഇസ്ലാമിന് വേണ്ടി പ്രസംഗിക്കുന്നത്. നമുക്കും ഇസ്ലാമിനെതിരെ പ്രസംഗിക്കുന്നവരൊക്കെ നാളെ ഇസ്ലാം പറയുന്ന ആളാകും. അതിനുവേണ്ടി പ്രാർത്ഥിക്കുക, പ്രതീക്ഷിക്കുക. ശത്രുത നമുക്കെപ്പോഴെങ്കിലും ഈ മുസ്ലിം സമൂഹത്തിന്റെ ശത്രുക്കൾ എന്ന് നമ്മൾ പറയുന്ന പല ആളുകളും ഓലെ എപ്പോഴെങ്കിലും ഇസ്ലാം സ്വീകരിക്കണം എന്ന് നമ്മൾ മോഹിച്ചിട്ടുണ്ടോ? ആഗ്രഹിച്ചിട്ടുണ്ടോ? പ്രാർത്ഥിച്ചിട്ടുണ്ടോ? എന്നും എന്നോടൊരുത്തം പറഞ്ഞ എന്താ അറിയോ? ഓനെ കിട്ടിയ കുത്തുന്നു. ഒരു വലിയൊരു നേതാവിനെ, ഫാസിസ്റ്റ് ശക്തികളുടെ വലിയ നേതാവിനെ പറ്റി ഒരുത്തഞ്ഞോട് ഓനെ കിട്ടിയോ ഞാൻ കുത്തുന്നു. ഇതാ പഠിപ്പിച്ചു കൊടുക്കണത്. ഫസ്റ്റ് തന്നെ പഠിപ്പിക്കുക എന്താ അറിയോ? എന്താ ക്ലാസ്സിൽ ആദ്യം തന്നെ പഠിപ്പിക്കുന്ന എന്താ പറഞ്ഞാൽ, മുസ്ലിംകൾ പീഡിപ്പിക്കപ്പെടുന്നു, മറുഭാഗം ശക്തമാകുന്നു എന്നുള്ള ഒന്നാമത്തെ ക്ലാസ്. രണ്ടാമത്തെ ക്ലാസ് ഇതിന് പരിഹാരം സായുധ ജിഹാദ് മാത്രമേ ഉള്ളൂ. മൂന്നാമത്തെ ക്ലാസ് യുദ്ധ ചരിത്രമാണ്. നാലാമത്തെ ക്ലാസ് ആവുമ്പോഴേക്കും പിച്ചാത്തി എടുത്തു. അത് മറുഭാഗത്തും അങ്ങനെയാ ക്ലാസ്. മുസ്ലിംകൾ കണ്ടോ, ഏറ്റവും വലിയ കാർ ആർക്കാള് മുസ്ലിംകൾ, ഏറ്റവും വലിയ വീടാർക്കാള് മുസ്ലിംകൾ, ഏറ്റവും വലിയ പൈസയുടെ കയ്യിലാണ് മുസ്ലിം. ഒരു അവിടെ മുണങ്ങിപ്പോകുന്നു എന്ന് മറുഭാഗവും. ഈ രണ്ടു കൂട്ടരും ചെയ്യുന്നത് എന്താ? ഈ രണ്ടു കൂട്ടരും മനുഷ്യരെ തമ്മിൽ തല്ലിക്കുകയും കൊല്ലുകയും. അതുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മനസ്സിലാക്കുക. ഇപ്പൊ കൈവെട്ടിയ മാഷ കാര്യത്തിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. സൂര്യ ചാനലിൽ അദ്ദേഹത്തിന് വേണ്ടി പിരിവ് എടുക്കുകയാണ്. 4 ദിവസം കൊണ്ട് 15 ലക്ഷം റുപ്യ കിട്ടി. 1 ലക്ഷം റുപ്യ എടുത്ത ഒരു മുസ്ലിം പൈസക്കാരനാ. ആരാ ജയിച്ച ഇവിടെ? കൈവെട്ടിയോല് സ്വന്തം ഉമ്മാനെയും ബാപ്പാനെയും ഒക്കെ ഉപേക്ഷിച്ചിട്ടോ നാട് വിട്ട്. സ്വന്തം ഉമ്മാനെയും ബാപ്പാനെയും ഒക്കെ പോലീസുകാരെ കൊണ്ട് പീഡിപ്പിക്കാൻ അവസരം ഉണ്ടാക്കി കൊടുത്തിട്ട് ഓന് ശരിക്കും ജിഹാദാണെങ്കിൽ ഓൻ എന്താ പറയേണ്ടത്? പോലീസ് സ്റ്റേഷനിലേക്ക് കയറി ചെല്ലുക, അല്ലേ? കഴിഞ്ഞ ദിവസം ഏതോ ഒരു സ്ത്രീ കുഞ്ഞിനെ കൊന്നിട്ട് പോലീസ് സ്റ്റേഷൻ ഞാനാ ചെയ്ത് അന്തസ്സായിട്ട്. ആ പെണ്ണിന്റെ ഒരു അന്തസ്സെങ്കിലും ഉണ്ടാകട്ടെ. ഇത് ഞാനാ ചെയ്ത്, ഞങ്ങൾ 8 പേരാ വെട്ടിയത് എന്തിനാ? നബീനെ പറ്റി തെറിയറിഞ്ഞിട്ട്. അതിൽ ഞങ്ങൾക്ക് സ്വർഗ്ഗമുണ്ട്. അബൂബൈദത്തുൽ ജറാഹിന്റെ മാതൃകണ്ട് വാപ്പാന്റെ തല വെട്ടിയെ ഞങ്ങൾ പ്രാവർത്തിയാക്കി ശിക്ഷ നടപ്പാക്കണം, അല്ലേ? ഓളി പോയൊക്കെ പുല്ലൊളിച്ചിൽ ഓടിയിട്ട് ഓന്റെ കാണ്ടടികൾ തോല് വരെ പോയി. ഓൻ രാജ്യവും കടന്ന്, സ്റ്റേറ്റും കടന്ന്, അന്തർരാജ്യവും കടന്ന്, പിന്നോട്ടോ വേണ്ടോ അവിടെയും പോയി. ഈ ജാതി ഭീരുക്കൾ നയിക്കേണ്ടത് അത്. അതുകൊണ്ട് വിഷയങ്ങളെ അപഗ്രഥിച്ചു പഠിക്കുകയും മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും പ്രവാചക തിരുമേനി ആരാ എന്ന് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കി
മറ്റ് നേതാക്കന്മാരിൽ നിന്ന് പ്രവാചകന്റെ പ്രത്യേകത എന്താണെന്ന് ശരിക്കും ഉൾക്കൊണ്ട് കാര്യങ്ങൾ പഠിച്ച് എനിക്ക് ഇവിടുത്തെ സംഘടിപ്പിച്ചവരോടും മുസ്ലിങ്ങളോടൊക്കെ നമുക്ക് വലിയ ബാധ്യതയുണ്ട്. ഈ നാട്ടിലെ മനുഷ്യരോടൊക്കെ ബാബരി മസ്ജിദ് വിധി വന്നാലും വന്നില്ലെങ്കിലും എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും ഇന്ത്യ പല പ്രശ്നങ്ങളും നേരിടുന്നുണ്ട്. അവിടെയൊക്കെ നമ്മുടേതായ വ്യക്തിമുദ്ര പരുത് പാടില്ല. വിവേകത്തോടുകൂടി കാണണം, ചിന്തിക്കണം. നമ്മളൊക്കെ ഒന്നാണ്. ഏത് മതം സ്വീകരിച്ചാലും തമ്മിൽ തല്ലല്ലേ എന്നൊരു മെസ്സേജ് എല്ലാ ആളുകൾക്കും കൊടുക്കാൻ സാധിക്കണം. അതിന് അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. എല്ലാവിധ തിന്മകളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. MSM കേരള നേതൃത്വത്തിൽ മുജാഹിദിന്റെ വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് MSM. അറിവിനെ ആയുധമാക്കി മാറ്റിയവരാണ് അവർ. അറിവ് സമാധാനത്തിന് എന്ന മഹത്തായ ഒരു ക്യാമ്പയിൻ കേരളാടിസ്ഥാനത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് യഥാർത്ഥത്തിൽ ദയാവതരണം ഈ കൂത്തുപറമ്പിൽ നമ്മൾ വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ അതിനോട് സഹകരിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും മതത്തെ മതസ്രോതസ്സുകൾ കൃത്യമായി പിടിച്ചു മനസ്സിലാക്കുകയും ചെയ്യുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സത്യത്തിന്റെ സത്പഥത്തിലൂടെ ജീവിച്ച് സ്വർഗ കവാടങ്ങൾ കടന്ന് ഉന്നതമായ സ്വർഗലോകത്ത് പ്രവേശിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. സകല മനുഷ്യരെയും സ്നേഹിക്കുവാനും ആദരിക്കുവാനും നമുക്ക് സാധിക്കുമാകട്ടെ. എല്ലാ മതവിഭാഗങ്ങളെയും ബഹുമാനിക്കുവാനും ആദരിക്കുവാനും നമുക്ക് സാധിക്കുമാറാകട്ടെ. അല്ലാഹു للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم يا مقلب القلوب ثبت قلوبنا على دينك اللهم يا مقلب القلوب ثبت قلوبنا على دينك اللهم يا مقلب القلوب ثبت قلوبنا على دينك ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين السلام عليكم ورحمة الله وبركاته.